ഓ പ്രസിഡന്റ്, ഞാൻ ചെയ്യാം പ്രസിഡന്റ്, അങ്ങനെ തന്നെ ചെയ്യാം. ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താടോ ഇവിടെ വന്ന് ആലോചിക്കുന്നത്? ഏയ് പാർട്ടിയുടെ പ്രസിഡന്റ് വിളിച്ചിട്ടേ പാർട്ടിയുടെ പോക്ക് വളരെ മോശമാണ്, ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. നീ നന്നാവണമെങ്കിലേ ആദ്യം ഈ 4-3 ഏഴാളുള്ള പാർട്ടി വിടുക, എന്നിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുക. കൊള്ളാം, ഭയങ്കര ഉപദേശമായിപ്പോയി. വേറെ പാർട്ടി ചേരാൻ പോലും. ഒന്നാമത് മറ്റു പാർട്ടിയിലുള്ള എല്ലാ അധികാരമോഹികളാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഉണ്ടാക്കിയ പാർട്ടി, ഞാൻ തീരുമാനിച്ച പിന്നെ നേതാക്കൾ, പിന്നെ എന്ത് ചെയ്യണം എന്ത് നടക്കണമെന്നെല്ലാം ഞാൻ തീരുമാനിക്കുന്ന കാര്യമാണ്. പ്രസിഡന്റിനെ പോലും ഞാൻ നിയോഗിച്ചേക്കുന്ന ആളാണ്. നിങ്ങൾ നേതാക്കന്മാർ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ അണികളുണ്ടാവണം. അണികളൊക്കെ ഉണ്ടെന്നേ, ഒന്നും എവിടെ അണികളുണ്ട്? ആവശ്യത്തിനൊക്കെ ഉണ്ട്. എടാ, ഈ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാവണമെങ്കിലേ പത്രത്തിലും ടി വിയിലൊക്കെ വരണം. അടിക്കടി പിക്കറ്റിങ് നടത്തുക, സമരം നടത്തുക, അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കണം. കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിനിടയിൽ ഒരു ജാഥയായിട്ടൊക്കെ ചെന്നതാണ്. അപ്പോഴേക്കാണ് കാക്കിയിട്ടുണ്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്ന്, അയാളെ കണ്ടപ്പോൾ എല്ലാവരും ഓടി. കാക്കി കണ്ടാൽ പേടിയാ എല്ലാവരും. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുമ്പോഴേ അടിയും പിടിയൊക്കെ കൊള്ളാൻ തേയിലുള്ള തൻ്റെ അണികൾ വേണം. പിന്നെ പോലീസുകാർക്ക് നമ്മളെ കണ്ട കയ്യോ വാങ്ങാൻ പേടിക്കണം. അതിനെന്ത് ചെയ്യണം? ഭരണത്തിലെ സ്വാധീനം ഉണ്ടാവണം. ഒരു MLA എങ്കിലും ഉണ്ടാവണം. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ വേണമെന്ന് പറയണത്. ആൾക്കാരെ തപ്പാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അതിൻ്റെ ഒരു പദ്ധതികളെ ആലോചിക്കുകയാണ്. എടാ, അതെന്തത്ര ആലോചിക്കാള്? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളിലേക്കാണ് ഇറങ്ങി പുറപ്പെടുക. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പലർക്കും ചികിത്സയ്ക്കായി സഹായ പദ്ധതികളൊക്കെ ഞങ്ങൾ ആവിഷ്കരിച്ച് എത്രയോ പരിപാടി നടത്തി. അതുണ്ട്, പണമൊക്കെ പിരിച്ചുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അത് രോഗികൾക്ക് എത്തണില്ലല്ലോ, നിങ്ങളുടെ കീശയിലല്ലേ എത്തുന്നത്. അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ കൊടുക്കും. അത് പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിലേ ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം അത് ചെയ്യാൻ പറ്റും. എന്താണ് അവൻ പറ? ഇന്നത്തെ നാടിൻ്റെ പോക്ക് മഹാപോക്കാണ്. പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പാർട്ടി അണികളായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ അങ്ങോട്ട് സംരക്ഷിക്കുക. എന്താ? കൊള്ളാം. അത് കൊള്ളാം. അപ്പം അതിനെന്താ വേണ്ടിച്ചൊക്കെ അങ്ങോട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ട ഏർപ്പാടുകൾ ഇപ്പോഴേ ചെയ്യാം. അഴുക്ക് പിടിച്ച് കിടക്കുന്ന പുഴകളോ കുളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നേരാക്കുക, കിണറുകൾ നേരാക്കുക, പൊന്ത പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ വെട്ടിമാറ്റുക, നല്ല പഴയ കാലത്തെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രസിഡന്റ്, പാർട്ടി ശക്തിപ്പെടുത്താനുള്ള പുതിയൊരു പദ്ധതി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നേരിൽ കാണുമ്പോൾ ഞാനത് പറയാം. ഓക്കെ ഓക്കെ. സർവീസിനെടുത്താൽ 350 രൂപ. എന്നാൽ നേരെ പണി ചെയ്യോ? അതുമില്ല. എവിടെ പോണേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എവിടെ പോണത്? പ്രോഗ്രാം കാണാൻ പോവാണ്. ഇന്നെന്തെന്ന് പരിപാടി? കാണാം. ഇന്നെന്തെന്ന് പരിപാടി? എവിടെ? സെക്രട്ടറി. എന്തിനാണ്? എന്ത് കാര്യം? എന്തോന്നു കാര്യം അറിഞ്ഞൂടല്ലോ. നിനക്ക് അറിഞ്ഞൂടോ? നിന്റെ മറ്റേ പ്രമുഖനെ അറിഞ്ഞൂടല്ലോ. കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. ധർണ പോവാ. അതിരിക്കട്ടെ, എന്തിനാടാ അവിടെ പോയി വെയിലും കൊണ്ട് ഇങ്ങനെ കരുവാളിച്ചിരിക്കുന്നത്? ഞാനേ നിനക്ക് പഞ്ചായത്തിലൊരു ജോലി വാങ്ങിച്ചു തരാം. ചെയ്യോ? എനിക്ക് പ്രധാനമന്ത്രി. അല്ല, മൊത്തത്തിൽ ഈ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീ പ്രധാനമന്ത്രിയാവും. നിന്റെ മറ്റേ ഉണ്ടല്ലോ പ്രമുഖൻ, അവൻ പ്രസിഡന്റും ആവും. പിന്നെ നീ എന്നെ കാണുമ്പോൾ നീ ഇവിടെ തങ്ങളെ അങ്ങോട്ട് വന്നൂടെ? ഹലോ സുഹൃത്തെ, അതെ, ഞങ്ങളുടെ പാർട്ടിയിലെ അണികളെ അങ്ങോട്ട് വിളിച്ച് വോട്ട് മറിക്കാനായിട്ട് നിങ്ങൾ ഈ ക്യാൻവാസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത്ര നല്ല കാര്യമല്ല കേട്ടാ. മനസ്സിലായില്ല? അല്ല, ഇപ്പൊ പറഞ്ഞ വോട്ട് മറിയൽ മനസ്സിലായില്ല. എങ്ങനെ? വോട്ട് മറിക്കൽ എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ അല്ലേ? നിന്റെ പാർട്ടിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചേ? അറിഞ്ഞൂടാ. നിന്റെ പാർട്ടിക്ക് മൊത്തം എത്ര വോട്ടുണ്ടാ? എത്ര വോട്ടോ? ആകെപ്പടമുള്ള 3 വോട്ട്. പിന്നെ നിന്റെ പാർട്ടിക്കാരുടെ കാര്യം, നീയാണ് ഇനി ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു 2000 രൂപ തന്നാ നീ മാറ്റി മറ്റവന് കുത്തിട്ട് പോണ മോനാണ് നീ. നിന്റെയൊക്കെ അല്ലേ ആള്? നമുക്കേ അടുത്തൊരു ഇലക്ഷൻ വരുമല്ലോ, അപ്പം നമുക്ക് കാണാം. പിന്നെ നീ തകർത്തോ ഏറി വന്ന 7 ദിവസം. അത് കഴിഞ്ഞ നടരാജ, ഇത് നമ്മുടെ പാർട്ടി ഓഫീസ്. പിന്നെ പാർട്ടി ഓഫീസിന്റെ മുഴുവൻ ചുമതലയും നിനക്കാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാടാ. ഒരെലക്ഷനെ നീ കാണിച്ചു നമുക്ക് കാണാടാ. നീ വാ രാവിലെ കൂടാ. ആരെ ചൊറിയിട്ടെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി